ലെറ്റ്സ് മേക്ക് ബ്രിഞ്ചൽ ഫ്രൈ. അപ്പം നമ്മളിന്ന് ബ്രിഞ്ചൽ ഫ്രൈ ആണ്. അപ്പം നല്ല കറക്കത്തിലൂടെ നമ്മൾ ബ്രിഞ്ചൽ ഫ്രൈ മുഖവും ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മുകളിലത്തെയും അടിയിലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ പകുതിയാക്കി മുറിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാൻ നീളത്തിൽ തന്നെ മുറിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ബ്രിഞ്ചൽ ഫ്രൈ മുകളിലത്തെ ഭാഗവും അടിയിലത്തെ ഭാഗവും കൂടി ഇതാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മുറിച്ചെടുത്തിട്ട് എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് ഉണ്ടാവില്ല, കാരണം ബാക്കിയുള്ള വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി, ഫോൺ ലിങ്ക് ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണത്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ആണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുത്ത ശേഷം ഞാൻ മുളക് പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നു, കാരണം നല്ല സ്പൈസി ആവാനായിട്ട് നല്ലതായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ഇതൊന്ന് മിക്സ് എല്ലാം നമ്മുടെ ബ്രിഞ്ചലിൻ്റെ അകത്ത് എല്ലാം മിക്സ് ആയിട്ട് കിട്ടണ്ടേ. അതുകൊണ്ട് ഞാൻ എല്ലാം ഇതാക്കി കൊടുത്ത ശേഷം ഞാൻ എയർ ഫ്രയറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബട്ടർ പേപ്പർ ഇടുന്നുണ്ട്. ഇത് 100 പീസിൻ്റെ ബട്ടർ പേപ്പറാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വകയാണ്, വില കുറവാണ് കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മൾ ബ്രിഞ്ചൽ ഫ്രൈ മസാല പുരട്ടിയതൊക്കെ ഇതാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഓയിൽ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാം. ബൈ.